നമസ്കാരം. സിനിമാ പ്രേമികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ വേണ്ടി ഇനി വെറും 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ടെർബോ റിലീസ് ഈ വരുന്ന മെയ് 23-ാം തീയതിയാണ്. ഇപ്പോഴത്തെ പുതിയൊരു റെക്കോർഡ് കൂടി ടെർബോ എന്ന സിനിമ നേടിയിരിക്കുകയാണ്. ആ ഒരു റെക്കോർഡ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് മെയ് 21 മമ്മൂക്കയുടെ ഇന്നത്തെ ദിവസം തന്നെ ആരംഭിച്ചത് മമ്മൂക്കയുടെ ചങ്കായ ലാലേട്ടന് ജന്മദിന ആശംസകൾ നൽകിക്കൊണ്ടായിരുന്നു. നമ്മുടെ ചാനലിന്റെ പേരിലും ലാലേട്ടന് ജന്മദിന ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ടെർബോ സിനിമയുടെ റെക്കോർഡ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ മോളിവുഡിലെ ഇതുവരെ ഇറങ്ങിയ സിനിമകളിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓവർസീസ് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമായി ടെർബോ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. UK-യിൽ മാത്രം ഏകദേശം 155-ന് മുകളിലുള്ള ലൊക്കേഷൻ, അയർലൻഡിൽ 24 ലൊക്കേഷൻ, USA-യിൽ 140 ലൊക്കേഷൻ, കാനഡയിൽ 38 ലൊക്കേഷൻ, ഓസ്ട്രേലിയയിൽ 80 ലൊക്കേഷൻ, ന്യൂസിലാൻഡിൽ 24 ലൊക്കേഷൻ, ജർമ്മനിയിൽ 63 ലൊക്കേഷൻ. ടോട്ടൽ ഏകദേശം 524 ലൊക്കേഷനിലാണ് GCC-യും റെസ്റ്റ് ഓഫ് യൂറോപ്പും ആഫ്രിക്കയിലും അങ്ങനെ പലയിടങ്ങളിലും കൂട്ടിയിട്ട് ടെർബോ സിനിമ ഈ വരുന്ന മെയ് 23-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത്. മോളിവുഡിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഓവർസീസ് റിലീസ് എന്ന ഖ്യാതിയായിരിക്കും ടെർബോയും സ്വന്തമാക്കാൻ പോകുന്നത്. ടെർബോ സിനിമ കളിക്കുന്ന ഓരോ തിയേറ്ററിലും ചുട്ടപ്പം വിറ്റുപോകുന്ന പോലെയാണ് ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 1300-ൽ പരം ടിക്കറ്റുകളാണ്. കേരളത്തിൽ ഏറ്റവും മികച്ച സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള കവിത തിയേറ്ററിൽ ഏകദേശം 1100-ൽ പരം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ആ ഒരു തിയേറ്ററിൽ ടെർബോ എന്ന സിനിമ ആദ്യം ചാർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ടെർബോക്ക് ലഭിച്ച മികച്ച ബുക്കിംഗ് കാരണം തന്നെ 2 ഷോകൾ ആദ്യ ദിവസം 2 ഷോകളാണ് കവിത തിയേറ്ററിൽ ആഡ് ചെയ്തത്. ഒന്ന് രാവിലെ 9 മണിക്കുള്ള ആദ്യ ഷോയും പിന്നീട് രാത്രി 11:50-നുമുള്ള ഷോയുമാണ് ആഡ് ചെയ്തത്. നിമിഷ നേരങ്ങൾ കൊണ്ടായിരുന്നു ടിക്കറ്റുകൾ വിറ്റുപോയത്. ഇപ്പോൾ നിസാര സീറ്റുകൾ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. എന്തായാലും ടെർബോ സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.